കുക്ക് വിത്ത് സോഫിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാനൊരു ജാമാണ് ഉണ്ടാക്കുന്നത്, പൈനാപ്പിൾ ജാം. കുട്ടികളുള്ള വീടുകളിൽ അത്യാവശ്യം വേണ്ട ഒന്നാണ് ഒരു ജാം. പ്രിസർവേറ്റീവ്സും കെമിക്കൽസും ഒന്നുമില്ലാതെ ഈസിയായി ഒരു ജാം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. ഓരോ ദിവസത്തെയും റെസിപ്പിയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുന്ന കാര്യവും മറന്നു പോകരുത്. എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യണം. കുക്ക് വിത്ത് സോഫി .in എന്ന വെബ്സൈറ്റും സന്ദർശിക്കണം. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഇതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് നോക്കാം. ഇതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കിലോ പൈനാപ്പിൾ ആണ്. ഇത് തൊലി ചെത്തി ചെറുതാക്കി വെച്ചിരിക്കുന്നത്. ഒരു നാരങ്ങയുടെ പകുതി. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിൽ ജാമിൻ്റെ പൈനാപ്പിളിന്റെ മധുരം അനുസരിച്ചാണ് പഞ്ചസാര ചേർക്കേണ്ടത്. പൈനാപ്പിളിന് മധുരം കുറവാണെങ്കിൽ പഞ്ചസാര കൂടുതൽ വേണം. ജാമിന് നന്നായിട്ട് മധുരം വേണം. ഇതിന്റെ പുറത്തെ മുള്ള് ശരിക്ക് ചെത്തിക്കളയണം. അതിനുവേണ്ടി ഞാൻ കാണിക്കാൻ വെച്ചിരിക്കുന്നതാണിത്. ഇതുപോലെ നന്നായിട്ട് മുള്ളുള്ള ഭാഗം ചെത്തി മാറ്റണം. അതുപോലെ അകത്തെ ഈ ഒരു നടുക്കത്തെ ഒരു ഭാഗമുണ്ട് ഇങ്ങനെ വെളുത്തിരിക്കുന്ന, ആ ഭാഗവും നമുക്ക് വേണ്ട. അതും ജാമിന് വേണ്ട. അത് കട്ടി കൂടുതലുള്ളതാണ്. അതും ചെത്തിക്കളയണം. ഇതുപോലെ ചെത്തി മാറ്റണം. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കണം. ഇനി നമുക്കിത് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. വെള്ളം ഒന്നും ചേർക്കണ്ട. അല്ലാതെ തന്നെ ഇതിന്റെ വെള്ളം കൊണ്ട് തന്നെ നന്നായിട്ട് അരിഞ്ഞു കിട്ടണം. ഈ പൈനാപ്പിൾ നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇതിൻ്റെ അത് ഒട്ടും വെള്ളം ചേർക്കണ്ട. വെള്ളം ചേർത്താൽ കൂടുതൽ സമയം ഇതിട്ട് വെള്ളം വറ്റിച്ചെടുക്കേണ്ടി വരും. ഇനി നമുക്കിത് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് പഞ്ചസാര ചേർക്കാം. ഞാൻ ഇതിൻ്റെ അകത്ത് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇപ്പം ചേർത്തിരിക്കുന്നത്. ഇത് നന്നായി ഇളക്കണം. പഞ്ചസാര ചെന്നപ്പോഴത്തേക്കും കുറച്ചുകൂടെ ലൂസായി വന്നിട്ടുണ്ട്. ഇനി ഇത് കുറുകി വരണം. ജാമിന് പഞ്ചസാര നന്നായിട്ട് മുമ്പിൽ നിൽക്കണം. അതിന് അനുസരിച്ച് പഞ്ചസാര ഇടണം. ചില പൈനാപ്പിളിന് നല്ല മധുരമുണ്ട്, ചില പൈനാപ്പിളിന് മധുരം കുറവാണ്. നിങ്ങളുടെ കയ്യിലുള്ള പൈനാപ്പിളിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കണം. ഇപ്പം ഇത് നല്ലവണ്ണം ലൂസായി. ഇനി ഇത് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. നോൺ സ്റ്റിക്ക് ആണെങ്കിലും ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. ഇത് പഞ്ചസാര അലുത്ത് വന്നപ്പോൾ എൻ്റെ ജാമിന് മധുരം കുറവാണ്. അതുകൊണ്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കുകയാണ്. എനിക്ക് കിട്ടിയ പൈനാപ്പിൾ അല്പം മധുരം കുറഞ്ഞതായിരുന്നു. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കുറുക്കിയെടുക്കണം. ഇത് കുറുകി വരുന്തോറും ഇതിൻ്റെ കളർ അല്പം മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഏകദേശം ഒരു 1/4 ഭാഗത്തോളം കുറുകലായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി നീരൊഴിക്കാം. കയ്യിലേക്ക് തെറിക്കുന്നതുകൊണ്ട് തീ കുറച്ച് വെച്ച് ഇളക്കണം. ഇപ്പം ഞാൻ ഏകദേശം കുറുകലായിട്ടുണ്ട്. ഇത് ഒത്തിരി കുറുകാൻ നോക്കിയിരിക്കരുത്. ഈ ഇരിക്കും തോറും കുറച്ചുകൂടെ ഇത് കുറുകി വരും. അന്നേരത്തിന് ഒത്തിരി കട്ടയായിട്ട് പോകും. അതുകൊണ്ട് അല്പം ലൂസിൽ ഇത് തീ ഓഫ് ചെയ്ത് വെക്കണം. ഇതിൻ്റെ കളറും മാറി കുറുകി വന്നിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസി കണ്ടോണം. ഇത് ഒഴിക്കുമ്പോൾ ഇങ്ങോട്ട് വിട്ടു പോരണം, എന്നാൽ കുറുകി ഇരിക്കുകയും ചെയ്യണം ഇതുപോലെ. ഇനി നമുക്ക് ഇത് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് തണുക്കാൻ വെക്കാം. നമ്മുടെ പൈനാപ്പിൾ ജാം റെഡിയായി. ഇനി നമുക്ക് സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. ഇതാണ് ഇതിന്റെ കൺസിസ്റ്റൻസി. ഇത് കുറുകി വന്നപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നപ്പോൾ ഉള്ള കൺസിസ്റ്റൻസി ഇതാണ്. ഇങ്ങനെ തന്നെ ഇരിക്കണം. ഇതിൽ കൂടുതൽ കട്ടയായാൽ നമുക്ക് ഉപയോഗത്തിന് അല്പം ബുദ്ധിമുട്ടുണ്ടാകും.
പിന്നെ ഇതിൽ യാതൊരു രാസവസ്തുക്കളും ചേർത്തിട്ടില്ല. ഇത് നല്ലൊരു അടപ്പുള്ള കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം. എന്നാൽ ഇത് 2 ആഴ്ച വരെ സൂക്ഷിക്കാം. ഇതിൽ ഞാൻ യാതൊരുവിധ പ്രിസർവേറ്റീവ്സും ചേർത്തിട്ടില്ല. ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാലും ഇതിൻ്റെ അകത്തെ പഞ്ചസാര ക്രിസ്റ്റലൈസ് ചെയ്യാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഇതിൽ നാരങ്ങാനീര് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് നാരങ്ങാനീര് ചേർക്കാൻ മറക്കരുത്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഈസിയാണിത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായി അറിയിക്കണം. പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.